ഞാൻ നിങ്ങളുടെ മകനല്ല, എൻ്റെ ഭാര്യയും മക്കളും ആഗ്രയിലുണ്ട്. ഒരു ചെറിയ കുട്ടി സ്വന്തം അമ്മയോടും അച്ഛനോടും വന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മകനല്ല. ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ചു പോവും. പക്ഷേ നമ്മൾ ചിന്തിക്കും കുട്ടിയുടെ ഭാവനയായിരിക്കും. പക്ഷെ ആ കുട്ടി അടുത്തതായി പറഞ്ഞത് കേട്ടപ്പോൾ വീട്ടുകാർ ശരിക്കും ഞെട്ടി. എൻ്റെ ഭാര്യയും 2 മക്കളും ആഗ്രയിലുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും ചെറിയൊരു കുട്ടിക്ക് ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും എങ്ങനെ പറയാൻ കഴിയും? അതിലും വിചിത്രമായി, അവൻ പറയുന്ന സ്ഥലവും കടയുടെ പേരും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ? ഇന്നത്തെ കഥ അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ചാണ്. കുട്ടിയുടെ പേര് ടോറൻ സിംഗ്. വീട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ടിറ്റു. ടിറ്റു പറഞ്ഞ കഥ ഇങ്ങനെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ടിറ്റു വീട്ടുകാരോട് പറയാൻ തുടങ്ങി, എൻ്റെ പേര് ടോറൻ അല്ല, ഞാൻ സുരേഷ് വർമ്മയാണ്. എനിക്ക് ആഗ്രയിൽ ഒരു റേഡിയോ കടയുണ്ട്. കടയുടെ പേര് സുരേഷ് റേഡിയോ. അവിടെയും തീർന്നില്ല. അവൻ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ പേര് ഉമ എന്നാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. വീട്ടുകാർ ആദ്യം ഇതെല്ലാം ഒരു കുട്ടിയുടെ സങ്കല്പ കഥയായി കരുതി. കാരണം കുട്ടികൾ പലപ്പോഴും കേട്ട കാര്യങ്ങളും സ്വന്തം ഭാവനയും കൂട്ടിച്ചേർത്ത് കഥകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ടിറ്റു ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. താൻ ആഗ്രയിൽ ജീവിച്ചിരുന്നുവെന്നും തനിക്കൊരു കട ഉണ്ടായിരുന്നുവെന്നും തനിക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നുവെന്നും അവൻ ഉറച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അന്വേഷണം ആരംഭിക്കുന്നു. അവസാനം വീട്ടുകാർ തീരുമാനിച്ചു, ശരി, കുട്ടി പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിച്ചു നോക്കാം. അവർ ആഗ്രയിൽ പോകുന്നു. അവിടെ അന്വേഷണം നടത്തുന്നു. അവിടെ ശരിക്കും സുരേഷ് റേഡിയോ എന്നൊരു കട ഉണ്ടായിരുന്നതായി കണ്ടെത്തി. കടയുടെ ഉടമ സുരേഷ് വർമ്മ. പക്ഷേ ഇവിടെ നിന്നാണ് കഥ ശരിക്കും ഞെട്ടിക്കുന്നത്. സുരേഷ് വർമ്മ ജീവിച്ചിരുന്നില്ല. അദ്ദേഹം 1983 വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഉമ. അവർക്കും 2 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ചെറിയ കുട്ടി താൻ ഒരിക്കലും പോയിട്ടില്ലെന്ന് പറയപ്പെടുന്ന ഒരു നഗരത്തിൻ്റെ പേര് പറയുന്നു, ഒരു കടയുടെ പേര് പറയുന്നു, ഒരു മനുഷ്യൻ്റെ പേര് പറയുന്നു, അയാളുടെ ഭാര്യയുടെ പേര് പറയുന്നു, 2 കുട്ടികളും ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇവയെല്ലാം യഥാർത്ഥ ജീവിതത്തിലെ ഒരു വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുയരും, ഇത്രയും വിവരങ്ങൾ ആ കുട്ടിക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? സുരേഷിൻ്റെ കുടുംബം പിന്നീട് ടിറ്റുവിനെ കാണുന്നു. ഈ വിവരം സുരേഷ് വർമ്മയുടെ കുടുംബത്തിലും എത്തി. അവർ ടിറ്റുവിനെ കാണാനെത്തി. ടിറ്റു സുരേഷിൻ്റെ കുടുംബത്തിലെ ചില ആളുകളെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. അവൻ സുരേഷിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും തിരിച്ചറിഞ്ഞതായി പറയപ്പെടുന്നു. ഇതോടെ എല്ലാവരുടെയും കൗതുകം കൂടി. അവനെ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ തനിക്ക് പരിചയമുള്ള സ്ഥലമാണോ അല്ലയോ എന്ന രീതിയിൽ അവൻ പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. ഈ സംഭവത്തിലെ എല്ലാ വിശദാംശങ്ങൾക്കും ഒരേ ശക്തിയുള്ള സ്വതന്ത്ര തെളിവുകളുണ്ടെന്ന് പറയാനാവില്ല. അതുകൊണ്ട് നമുക്കിതിനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കൗതുകകരമായ കേസ് എന്ന നിലയിലാണ് കാണേണ്ടത്. ഇനി ഏറ്റവും വിചിത്രമായ ഭാഗമാണ് ബർത്ത് മാർക്ക്. ഈ കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, ടിറ്റുവിൻ്റെ ജന്മമുദ്രകൾ അല്ലെങ്കിൽ ബർത്ത് മാർക്ക്. സുരേഷ് വർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട രേഖകളിൽ തലയിൽ വെടിയേറ്റതായി വിവരണമുണ്ട്. ടിറ്റുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ചില ജന്മമുദ്രകൾ ആ മുറിവുകളുമായി സാമ്യമുണ്ടായിരുന്നുവെന്നാണ് കേസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഗവേഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം ഓർക്കണം, സാമ്യമുണ്ടെന്നത് തെളിവാണെന്ന് അർത്ഥമില്ല. ഒരു ബർത്ത് മാർക്ക് ഒരു മുറിവിനോട് സാമ്യമുള്ളത് മാത്രം കൊണ്ട് അത് മുജ്ജന്മത്തിൻ്റെ തെളിവാണെന്ന് ശാസ്ത്രീയമായിട്ട് പറയാനും ആവില്ല. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ യഥാർത്ഥത്തിൽ എന്താണ്? ഇവിടെയാണ് മറ്റൊരു രസകരമായ വിഷയം വരുന്നത്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഹിപ്നോസിസ് ഉപയോഗിച്ച് ഒരാളെ വളരെ റിലാക്സ്ഡ് ആയ അവസ്ഥയിലെത്തിച്ച് അവൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചിത്രങ്ങൾ, അനുഭവങ്ങൾ, വികാരങ്ങൾ, ഓർമ്മകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുന്ന രീതിയെയാണ് സാധാരണ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഒരു സെഷനിൽ ഒരാൾ പറയാം, എനിക്ക്
ഒരു പഴയ വീട് കാണുന്നു, എനിക്ക് മറ്റൊരു പേര് ഓർമ്മ വരുന്നു, എനിക്ക് വേറൊരു കുടുംബമുണ്ടായിരുന്നു, ഞാൻ മറ്റൊരു സ്ഥലത്താണ്. ചിലപ്പോൾ ഒരാൾ തൻ്റെ മരണത്തിൻ്റെ ഒരു രംഗം പോലും വിവരിച്ചേക്കാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ അത് മുൻ ജന്മത്തിൻ്റെ ഓർമ്മ തന്നെയല്ലേ? അത്ര പെട്ടെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഹിപ്നോസിസ് സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇമാജിനേഷൻ ആയിരിക്കാം, സജഷൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ഫാൾസ് മെമ്മറി ആയിരിക്കാം, അല്ലെങ്കിൽ നിലവിലെ ജീവിതത്തിലെ അനുഭവങ്ങൾ മനസ്സൊരു കഥയായി രൂപപ്പെടുത്തിയതായിരിക്കാം. അതുകൊണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ ഒരാൾ ഒരു ജീവിതം ഓർത്തതായി അനുഭവപ്പെടുന്നു എന്നത് മാത്രം കൊണ്ട് അത് ചരിത്രപരമായി യഥാർത്ഥ മുൻ ജന്മമാണെന്ന് തെളിയിക്കാനാവില്ല. പക്ഷേ ടിറ്റുവിൻ്റെ കേസ് എന്തുകൊണ്ട് വ്യത്യസ്തമാണ്? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ടിറ്റു ഹിപ്നോസിസ് ചെയ്ത് റിഗ്രഷൻ നടത്തിയ ശേഷമല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വാഭാവികമായി അവൻ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസ് റിസർച്ചിൽ ശ്രദ്ധ നേടിയതും. പിന്നീട് ഗവേഷകർ ഈ സംഭവത്തെ പഠിച്ചു. 1989 ജേണൽ ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടു. പക്ഷെ ഒരു ജേണലിൽ ഒരു കേസ് പ്രസിദ്ധീകരിച്ചു എന്നതുകൊണ്ട് പുനർജന്മം ശാസ്ത്രീയമായി തെളിഞ്ഞു എന്ന് പറയാനാവില്ല. അതൊരു അസാധാരണമായ കേസ് പഠിക്കപ്പെട്ടുവെന്നാണ് അർത്ഥം. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. അപ്പോൾ സത്യം എന്താണ്? ഒരു വശത്ത് നമുക്ക് കാണാം ഒരു കുട്ടി പറഞ്ഞ വിവരങ്ങൾ, ഒരു യഥാർത്ഥ വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെടുന്ന ചില കാര്യങ്ങൾ, കുടുംബത്തെ തിരിച്ചറിഞ്ഞതായി പറയപ്പെടുന്ന സംഭവങ്ങൾ, ജന്മമുദ്രകളുമായി അല്ലെങ്കിൽ ജന്മന ഉണ്ടായ ചില മുദ്രകളുമായിട്ട് ബന്ധപ്പെട്ട സാമ്യങ്ങൾ. മറുവശത്ത് ഇതിനെ വിശദീകരിക്കാൻ കഴിയുന്ന മറ്റ് സാധ്യതകളും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ മറ്റേതെങ്കിലും വഴി ലഭിച്ചിരിക്കാം. ഓർമ്മകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടാകാം. പിന്നീട് കഥയിൽ ചില വിവരങ്ങൾ ചേർന്നിരിക്കാം. അതുകൊണ്ട് ഇത് പുനർജന്മത്തിൻ്റെ തെളിവാണെന്ന് പറയുന്നതും ശരിയല്ല. ഇത് വെറും കെട്ടുകഥയാണെന്ന് ഉറപ്പിച്ചു പറയുന്നതും എളുപ്പമല്ല. അവസാന ചോദ്യം, അപ്പോൾ ടിറ്റു സിംഗ് ശരിക്കും സുരേഷ് വർമ്മയുടെ മുൻ ജന്മമായിരുന്നോ? നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയില്ല. പക്ഷേ ഈ കഥ നമ്മളോട് വളരെ വലിയൊരു ചോദ്യം ചോദിക്കുന്നു. മനുഷ്യൻ്റെ ഓർമ്മകൾ എത്രത്തോളം സങ്കീർണമാണ്? നമ്മൾ ഓർക്കുന്നത് എല്ലാം യഥാർത്ഥ സംഭവങ്ങളാണോ? ഹിപ്നോസിസ് സമയത്ത് മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഒരു ചെറിയ കുട്ടി ചിലപ്പോൾ താൻ ജീവിച്ചിട്ടില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ കഥ പറയുന്നത് പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? പുനർജന്മമോ, മനസ്സിൻ്റെ സൃഷ്ടിയോ, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് ഇനിയും പൂർണ്ണമായി മനസ്സിലാകാത്ത മറ്റൊരു പ്രതിഭാസമാണോ ഇത്? എനിക്കിതിൻ്റെ ഉത്തരം ഉറപ്പിച്ചു പറയാനാവില്ല. പക്ഷേ വിശ്വസിക്കുന്നതിന് മുൻപ് അന്വേഷിക്കുക, നിഷേധിക്കുന്നതിന് മുമ്പും അന്വേഷിക്കുക. കാരണം ചില കഥകൾക്ക് ഏറ്റവും രസകരമായ ഭാഗം അവയുടെ ഉത്തരമല്ല, അവ നമ്മളിൽ അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ശരിക്കും മുൻ ജന്മത്തിൻ്റെ ഓർമ്മയാണോ, അതോ നമ്മുടെ മനസ്സിൻ്റെ അത്ഭുതകരമായൊരു സൃഷ്ടിയാണോ? നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റിൽ പറയൂ. ഇത്തരം മിസ്റ്ററി, സൈക്കോളജി, ഹിപ്നോസിസ്, സ്പിരിച്വാലിറ്റി വിഷയങ്ങളിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.